GSFിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആട് വളർത്തലിൻ്റെ മറ്റൊരു എപ്പിസോഡാണ്. രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ് ഇന്ന് നമ്മളത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയമല്ല സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആടിൻ്റെ ഡെലിവറി ഡേറ്റിൽ അല്ലെങ്കിൽ ഡെലിവറി ദിവസമുള്ള ആട്ടും കുട്ടികളുടെ സംരക്ഷണം നമ്മൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോഴേ നമ്മുടെ ആട് വീഡിയോയുടെ രണ്ടാമത്തെ ഒരു എപ്പിസോഡായിട്ടാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ആട്ടും കുഞ്ഞ് വരുന്ന ആ ഒറ്റ ദിവസത്തെ കെയറും കാര്യങ്ങളും മാത്രമാണ്. അതായത് ആട് പ്രസവിക്കുന്ന ദിവസത്തെ കെയർ, ആട്ടുംകുട്ടികൾക്കുള്ള കെയറും കാര്യങ്ങളുമാണ് പറയുന്നത്. നമുക്ക് ഈ ആട്ടുംകുഞ്ഞുങ്ങൾ ഇന്ന് എനിക്കുണ്ടായ ആട്ടുംകുഞ്ഞാണിത്. അതായത് ഒരു ബീറ്റലിൻ്റെ കുഞ്ഞാണ്. ഇവർ 2 പേരുണ്ട്. അതിലൊരാളെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. 2 പേരുണ്ട്, അതിനെയും കാണിക്കാം ഞാൻ. ഇത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആട്ടുംകുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ മൂക്ക് തുടയ്ക്കുകയും ശരീരം മൊത്തം അഴുക്കുള്ള എല്ലാം കൂടെ തുടച്ച് വൃത്തിയാക്കും. ഒരു കോട്ടൺ തുണി വെച്ചിട്ട് വൃത്തിയാക്കും. വൃത്തിയാക്കിയതിന് ശേഷം തള്ളയാടിൻ്റെ പാല് കറന്ന് ബോട്ടിലാക്കിയാണ് ഞാൻ ആദ്യമേ കൊടുക്കുന്നത്. കാരണം ഇതുങ്ങൾ ആദ്യമേ തന്നെ പാല് കുടിക്കാൻ മടി കാണിക്കും. അതുതന്നെയല്ല, നമുക്ക് ഇതിനെ കുടിപ്പിക്കാൻ ഒരു പ്രയാസം പോലെ തോന്നും. ഇത് ഒഴിവാക്കാൻ വേണ്ടി ബോട്ടിലിനകത്ത് കറന്നാണ് ഇവർക്ക് ആദ്യത്തെ ഒരു ദിവസം ഞാൻ പാല് കൊടുക്കുന്നത്. 2ാം ദിവസം മുതൽ അവർ തന്നെ നടക്കാനും പാല് കുടിക്കാനും ഒക്കെ തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ പുക്കളൽ ഞാൻ ബെറ്റാഡിൻ എന്ന് പറയുന്ന മരുന്നാണ് ഒരു 5 ദിവസം വരെ ഈ പുക്കളൽ തേച്ചിരിക്കും. ഇത് പഴുപ്പും അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു ദിവസത്തെ ഇതിനോടുള്ള സംരക്ഷണം. പല ആവർത്തിയായിട്ട് ഞാൻ പാലും അതുപോലെ കൊടുക്കും. അപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ കാലുറയ്ക്കാൻ വേണ്ടി, അതായത് ആട്ടുംകുട്ടികളെ കാലുറയ്ക്കാൻ വേണ്ടി ക്ഷീണവും കാര്യങ്ങളെല്ലാം മാറി ആദ്യത്തെ പാലുകുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂറിന് ശേഷം നമ്മളിവയെ മണ്ണിലേക്ക് വിടും. അതുവരെ നമ്മൾ ഇതേപോലെ ഒരു മീനിൻ്റെ പെട്ടിക്കകത്ത് ചാക്കിട്ട് കൊടുത്തിട്ട്, പ്ലാസ്റ്റിക് അല്ലാതുള്ള ചാക്കിട്ട് കൊടുത്തിട്ട് ചണച്ചാക്കിട്ട് കൊടുത്തിട്ട് ഇതേപോലെ സേഫായിട്ടാണ് നമ്മൾ കെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ മണ്ണിലേക്കാണ് ഇവയെ വിടുന്നത് കാലുറയ്ക്കാൻ വേണ്ടി. ഇത് മണ്ണില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ടൈലിട്ടേക്കുന്നോ അല്ലെങ്കിൽ സിമെൻറ്റ് തേച്ചേക്കുന്നോ അല്ലെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് അടിച്ചേക്കുന്ന കൂടുകളിലൊക്കെ ആണെങ്കിൽ അവരെന്തായിരിക്കും ചെയ്യേണ്ടത്? അത് എവിടെ ആയിരുന്നാലും ടൈൽസിൻ്റെ പുറത്ത് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. ഇത് സ്ലിപ്പായിട്ട് അങ്ങ് കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അതിനകത്ത് നടക്കാൻ അവർക്ക് സാധിക്കില്ല. അതുപോലെ നെറ്റും അങ്ങനെയൊക്കെയുള്ള മണ്ണും ഒക്കെ ഉള്ളിടത്ത് വിടുന്നതിന് യാതൊരുവിധമായ തടസ്സവുമില്ല. ഓക്കെ, അതായത് അവയുടെ കാല് നല്ല രീതിയിൽ ഉറച്ച, അവയുടെ ഒരു കുളമ്പയിലൊരു വെള്ള ഷൂ പോലത്തെ ഒരു ആദ്യത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് പൊളിഞ്ഞ് അത് റെഡി ആകാൻ പറ്റുന്ന രീതിയിൽ അതിന് തെന്നി വീഴാത്ത ഏത് പ്രതലത്തിലും വേണമെങ്കിലും നമുക്ക് വിടാം. തണുപ്പടിക്കാതെ ശ്രദ്ധിക്കുക, തണുപ്പടിക്കാത്ത പ്രതലമായിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ബെറ്റാഡിൻ കിട്ടിയില്ല എന്ന വരിയിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ സ്പ്രേ ഉണ്ടല്ലോ, അത് അടിച്ചാൽ മതിയാകും. കാണിച്ചു തരാം. ഈ വെറ്റോമാക്സ് എന്ന് പറയുന്ന മരുന്ന്, അതിൻ്റെ സ്പ്രേ ഉണ്ട്. അത് മെഡിക്കൽ സ്റ്റോറുകളിൽ കിട്ടും. അത് അതിൻ്റെ പുക്കളിൻ്റെ അവിടെ അടിച്ചു കൊടുത്താൽ മതി. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഈച്ച വന്ന് ഇരുന്ന് തൂറി പുഴുവൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ആടിൻ്റെ പുറകിലും ഈ വെറ്റോമാക്സാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവരാണ് അപ്പോൾ ഇന്നത്തെ 2 കുട്ടികളല്ലേ? ഇന്നത്തെ അതിഥികൾ ഇവരാണ്. ഒരു മുട്ടനും ഒരു ഫീമെയിലും. ഓക്കെ, അപ്പോൾ നമ്മൾ ആടിൻ്റെ ഡെലിവറി ദിവസത്തെ ആദ്യത്തെ ഒരു ദിവസത്തെ കെയറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ആട് വളർത്തലിൻ്റെ കൂടുതൽ എപ്പിസോഡുകൾ നമുക്ക് ചെയ്യാം. ഇനി വരുന്ന വീഡിയോകളിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. നമുക്കതെല്ലാം ഉൾപ്പെടുത്തി ഓരോ വീഡിയോകൾ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.